ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഐ എം നോട്ട് എ റോബോട്ട് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 2 ആണ്. എപ്പിസോഡ് 1-ൽ കാണിച്ചു കൊണ്ടിരുന്നത് കിമ്മിനെ കണ്ട് ഏജിത്രിയാണെന്ന് മറന്ന് ജിയ നെട്ടിപ്പോകുന്നതാണ്. അത് കണ്ട് താൻ വാങ്ങിയ റോബോട്ട് എന്നെ കണ്ട് പേടിക്കുന്നു എന്ന് കരുതി കിമ്മും പേടിച്ചു പോകുന്നുണ്ട്. കിം അങ്ങനെ പേടിച്ചു പോകുന്നതെല്ലാം ജിയയുടെ ഒരു CCTV സെറ്റ് ചെയ്ത് അവിടെ നിന്ന് സയൻറ്റിസ്റ്റിൻ്റെ ജൂനിയേഴ്സും എല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിയയിലൂടെ വൈഫൈ കണക്ട് ചെയ്ത് 2 സീനിയർ ഇതെല്ലാം കണ്ട് അവർ പെട്ടുവന്ന് ആകുന്നുണ്ട്. റോബോട്ട് ഇന്നലത്തെ പോലെയല്ല, ഇന്ന് എന്തോ ഒരു പാവമാറ്റം എല്ലാം കാണുന്നതിനാൽ കിം സയൻറ്റിസ്റ്റിനെ കോൾ ചെയ്യുന്നുണ്ട്. സയൻറ്റിസ്റ്റ് കോൾ എടുത്തതിന് ശേഷം കിമ്മിനോട് പറയുന്നുണ്ട് അത് AJ3യുടെ ഫങ്ഷൻ അപ്ഡേറ്റ് ആക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് മോഡ് ഓണായി കിടക്കുകയാണ്, നിങ്ങളത് ഓഫ് ചെയ്യൂ, എന്നാൽ ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്നെല്ലാം കിമ്മിനോട് സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്. അത് കേട്ട് കിം കോൾ കട്ട് ചെയ്യുന്നുണ്ട്. കിം എന്നിട്ട് നേരെ വന്ന് ജിയുടെ ഫ്രണ്ട് മോഡ് ബട്ടൺ ഓഫാക്കുകയാണ്. അത് ഓഫാക്കുന്നതും ജിയ ഒന്ന് അപ്ഡേറ്റഡ് ആകുന്ന പോലെ എല്ലാം കിമ്മിൻ്റെ മുമ്പിൽ അഭിനയിക്കുന്നുണ്ട്. കിം പറയുന്നുണ്ട്, ഇപ്പോൾ നീ കാണിച്ചതെല്ലാം തെറ്റാണ്, അതുകൊണ്ട് നിന്റെ പോയിന്റ് ഇടുന്നതിൽ ഞാൻ 2 പോയിന്റ് കുറയ്ക്കാൻ പോവുകയാണ്. കിം ഇങ്ങനെ പോയിന്റ് എല്ലാം ഇട്ടിട്ടാണ് റോബോട്ടിനെ സെലക്ട് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. പെട്ടെന്ന് തന്നെ സീനിയർ സയൻറ്റിസ്റ്റിനും അവിടെ കറണ്ട് പോവുകയാണ്. അപ്പോൾ ജിയയോട് സംസാരിക്കാൻ പറ്റാതെ അവിടെയുള്ള വൈഫൈ എല്ലാം കട്ടാവുകയാണ്. ഇവിടെ കിം ആണെങ്കിൽ AJ3യോട് ഇരിക്കാനും നിൽക്കാനും കൈകൊന്തിക്കാനും ചാടാനും ഓടാനും എന്നെല്ലാം പറയുന്നുണ്ട്. കാരണം AJ3യെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. എന്നിട്ടായിരുന്നു അവൻ ആ പോയിന്റ് ഇടേണ്ടത്. എന്നിട്ട് കിം AJ3ക്ക് നല്ല വിവരമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിക്കൊടുത്ത ആ ടോയ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെപ്പറ്റി പറയാൻ പറയുന്നുണ്ട്. ജിയ ആണെങ്കിൽ അത് കഷ്ടപ്പെട്ട് അവിടെ നിന്ന് പോയി വാങ്ങിയത് കാരണം ജിയക്ക് അതിനെപ്പറ്റി എല്ലാം അറിയാമായിരുന്നു. ജിയ അതെല്ലാം തത്ത പറയുന്ന പോലെ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെല്ലാം കണ്ട കിം ഒരുപാട് ഇംപ്രസ് ആവുന്നുണ്ട്. എന്നിട്ട് AJ3ക്ക് ഒരുപാട് പോയിന്റ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. കിം AJ3യുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നീ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിലും എന്തോ എന്ന് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ് AJ3യുടെ ചെസ്റ്റിലേക്ക് പിടിക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ കുറച്ച് വലുപ്പ കൂടുതൽ എല്ലാം തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സിഗ്നൽ വരുമ്പോൾ സയൻറ്റിസ്റ്റ് കാണുന്നത് കിമ്മിനെ ഇട്ട് ചീത്ത പറയുന്ന ജിയയാണ്. അതെല്ലാം കണ്ട് അവർക്ക് ഒരുപാട് പേടി തോന്നുന്നുണ്ട്. കിം ഉടനെ സീനിയറിനെ വിളിച്ചു നോക്കാൻ പോകുന്നുണ്ട്. കാരണം ഇതെന്താ വ്യത്യാസം വന്നത് ഒന്നും കിമ്മിന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് കിം സീനിയറിനെ വിളിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ജിയ കേൾക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. സീനിയറിനെ വിളിച്ച് കിം ചോദിക്കുമ്പോഴാണ് സീനിയർ പറയുന്നത് അതിൽ ഒരുപാട് മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിൽ വലുപ്പം കൂട്ടിയതുപോലെ തോന്നുന്നത്, അതൊന്നും പ്രശ്നമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. കിമ്മിൻ്റെ സെക്രട്ടറിയെ വിളിക്കുന്നുണ്ട്. സെക്രട്ടറി മറ്റാരുമല്ലായിരുന്നു, ജിയുടെ ചേട്ടനായിരുന്നു. കിം അവരോട് പറയുന്നുണ്ട്, ഇന്നലെ എൻ്റെ മാല മോഷ്ടിച്ച ആ പെണ്ണില്ലേ, അവളെ കണ്ടുപിടിച്ച് അവളെ കൊല്ലണം എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. അവളെ നമുക്ക് ജയിലിൽ അടയ്ക്കണം എന്നെല്ലാം സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട ജിയ ഒരുപാട് പേടിക്കുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് ടെൻഷനുമാകുന്നുണ്ട്. കിം മെഡിസിൻ കഴിക്കുമ്പോൾ അവന് മെഡിസിൻ തൊണ്ടയിൽ കുടുങ്ങിപ്പോകുന്നുണ്ട്. അവൻ എത്ര ശ്രമിച്ചിട്ടും അത് പുറത്തേക്ക് വരുന്നേയില്ല. ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു ജിയ. ജിയക്ക് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് യാതൊരു പിടിയുമില്ലായിരുന്നു. അങ്ങനെ അവൾ ഓടിപ്പോയി കിമ്മിൻ്റെ മുതുക്കിലിട്ട് ഒരു കൊട്ട് കൊടുക്കുമ്പോഴാണ് ആ ഗുളിക പുറത്തേക്ക് വരുന്നത്. അതെല്ലാം ചെയ്തതിന് ശേഷം കിം ജിയയെ നോക്കുമ്പോൾ കിമ്മിന് അവളൊരു മാലകയായിട്ടാണ് തോന്നുന്നത്. കാരണം ഇതൊന്നും ചെയ്യാൻ കിമ്മിന് ആരുമില്ലായിരുന്നു. അന്നത്തെ റോബോട്ടിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് റോബോട്ടിനെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ജിയ വിശന്ന് അവിടെ ഇരുന്ന് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളുടെ ബോയ് ഫ്രണ്ട്
സയൻറ്റിസ്റ്റിനോട് പറയുന്നുണ്ട്, ഇനി എൻ്റെ മുഖം ആ റോബോട്ടിന് എത്രയും പെട്ടെന്ന് മാറ്റൂ, എൻ്റെ ക്യാഷ് തരൂ, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ സയൻറ്റിസ്റ്റ് പഴയത് ആലോചിക്കുകയാണ്. അയാളൊരു സാൻഡ്വിച്ച് കഴിക്കുമ്പോഴാണ് ജിയ പെട്ടെന്ന് വന്ന് നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം സയൻറ്റിസ്റ്റിന് സാൻഡ്വിച്ച് ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോൾ ജിയ ഭക്ഷണം കഴിച്ച് ചൂടായി പോയതെല്ലാം കൊണ്ട് സയൻറ്റിസ്റ്റ് ഇതായിരുന്നു ആലോചിച്ചു കൊണ്ടിരുന്നത്. കിമ്മിൻ്റെ കസിൻ ബിസിനസ് ആയിരുന്നു. അവനൊരു ഡീലിനായി കിമ്മിനെ വിളിക്കുമ്പോൾ കിം എനിക്കതിലൊന്നും യാതൊരു താല്പര്യവുമില്ല എന്ന് പറഞ്ഞ് അവനെ കളിയാക്കി വിടുകയാണ്. റോബോട്ടായി അഭിനയിച്ചത് കാരണം ഒരുപാട് ക്യാഷ് കിട്ടിയപ്പോൾ ജിയയുടെ ചേട്ടൻ്റെ ഭാര്യയെയും മകളെയും കൂട്ടി അവൾ ഫുഡ് കഴിക്കാൻ പോയപ്പോഴാണ് ജിയക്ക് ജിയൻ്റെ കഴിഞ്ഞ ഡ്രസ്സിൽ നിന്ന് കിട്ടിയ ആ ചെയിൻ ചേച്ചി കൊടുക്കുന്നത്. അത് കണ്ട് ജിയ ഒരുപാട് നെട്ടുന്നുണ്ട്. എന്നിട്ട് ജിയ വീട്ടിൽ പോയി അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കിമ്മിനെ അയച്ചു കൊടുക്കുകയാണ്. കിം അത് നോക്കുമ്പോൾ ജിയ അത് അടിച്ച് പൊട്ടിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം കണ്ട് പേടിച്ച കിം നേരെ ജിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ജിയ പറയുന്നുണ്ട്, എനിക്ക് നീ സോറി എന്ന് പറയണം. അപ്പോൾ കിം പറയുന്നുണ്ട്, ഞാൻ സോറി പറയില്ല, നീ എൻ്റെ മാല അയക്കി എന്നെല്ലാം പറയുന്നുണ്ട്. കിം വീട്ടിലിരുന്ന് കഴിഞ്ഞതെല്ലാം ആലോചിക്കുകയാണ്. അവന് മരുന്ന് തൊണ്ടയിൽ കുടുങ്ങി അവനവിടെ വീണതും എന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ആദ്യമൊന്നും അവനെ ഇങ്ങനെ നോക്കാൻ ഒരു പേരുമുണ്ടായിരുന്നില്ല. അവന് എത്ര ബുദ്ധിമുട്ട് വന്നാലും അവൻ തന്നെയായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം കണ്ടുവന്ന റോബോട്ട് അവനെ പോയി രക്ഷിച്ചതും ഇതെല്ലാം ആലോചിച്ച് ഒരുപാട് സന്തോഷത്തിലായിരുന്നു കിം. അവന് ആ റോബോട്ടിനെ വളരെയധികം ഇഷ്ടമാകുന്നുമുണ്ട്. കിം വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോഴും അവൻ്റെ കൂടെ ആ റോബോട്ട് ഉള്ളതുപോലെയെല്ലാം അവന് ഫീലാകുന്നുണ്ട്. കാരണം അവന് ഒരു ദിവസം പോലും അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ആ റോബോട്ടിൻ്റെ കൂടെ ചിലവഴിച്ച നിമിഷങ്ങൾ. കിം നേരെ സയൻറ്റിസ്റ്റിനെ വിളിച്ചിട്ട് AJ3 എനിക്ക് 1 മാസത്തേക്ക് ട്രെയിനിങ്ങിന് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, AJ3ക്ക് ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്കിപ്പോൾ വെയർ ഹൗസ് ഒഴിഞ്ഞു കൊടുക്കുന്നതിനാൽ AJ3യെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് സയൻറ്റിസ്റ്റ് കോൾ കട്ട് ചെയ്യുകയാണ്. കിം നേരെ അവൻ്റെ അസിസ്റ്റൻറ്റിനെ പോയി കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി അവർ ഒരു റോബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് താമസിക്കാൻ ഒരു വെയർ ഹൗസ് ഇല്ല, അവർക്ക് ഞങ്ങളുടെ വെയർ ഹൗസ് കൊടുക്കും, പിന്നെ അവരെ പറ്റി നല്ലോണം ഒന്ന് അന്വേഷിക്കുകയും വേണം എന്നെല്ലാം പറയുന്നുണ്ട് കിം. ജിയയുടെ ചേട്ടൻ നേരെ സയൻറ്റിസ്റ്റിനെ അടുത്ത് ചെന്നുപോയി പറയുന്നുണ്ട്, നിങ്ങൾക്ക് വെയർ ഹൗസ് കിം തരാൻ പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം ജിയയുടെ ചേട്ടൻ പറയുന്നുണ്ട്. അപ്പോഴാണ് സയൻറ്റിസ്റ്റ് ചോദിക്കുന്നത്, നിങ്ങൾ തരുന്ന വെയർ ഹൗസിലേക്ക് മാറിയിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം? അപ്പോൾ ജിയയുടെ ചേട്ടൻ പറയുന്നുണ്ട്, നിങ്ങളങ്ങനെ മാറിയിട്ടില്ലാത്ത പക്ഷം നിങ്ങളെ ഫ്യൂച്ചറിൽ ഏറ്റെടുക്കുന്നത് കിമ്മാണ്, അതും ഞങ്ങൾക്കൊന്ന് ആലോചിക്കേണ്ടി വരും എന്നെല്ലാം ജിയയുടെ ചേട്ടൻ പറയുന്നുണ്ട്. ജിയയാണെങ്കിൽ രാവിലെ അവളുണ്ടാക്കിയ ആ ലൈറ്റിനെ പറ്റി പറയാനായി ആ കോണ്ടസ്റ്റിൻ്റെ ഓണറിൻ്റെ വീട്ടിലേക്കായിരുന്നു വന്നത്. അവൾക്കറിയില്ലായിരുന്നു ഇത് കിമ്മിൻ്റെ വീടാണെന്ന്. അവളൊരു ബോക്സിലായിരുന്നു റോബോട്ടായി വന്നത്. അവൾ അവിടെ നിൽക്കുമ്പോൾ കിം അതിലെ പോകുന്നത് കാരണം അവൾ മറഞ്ഞിരിക്കുന്നുണ്ട്. കാരണം റോബോട്ടായ അവളുടെ മുഖം കിം കാണണ്ട എന്ന് കരുതി. അങ്ങനെ അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് ഈ വലിയ കമ്പനിയുടെ ഓണർ കിം ആണെന്നുള്ള കാര്യമെല്ലാം. ജിയ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ക്യാഷ് കൊണ്ടുവന്ന ദേഷ്യത്തിൽ അത് എവിടുന്ന് കിട്ടി എന്നെല്ലാം ചോദിക്കുമ്പോൾ അത് ഞാൻ ജോലി ചെയ്ത് കിട്ടിയതാണ് എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ടും അവളുടെ ചേട്ടന് ഒട്ടും വിശ്വാസമാകുന്നില്ല. പാർട്ട് ടൈം ജോബ് ചെയ്താൽ ഇത്ര ക്യാഷ് കിട്ടുമോ എന്നെല്ലാം ചോദിച്ച് അവളോട് ഒരുപാട് വഴക്കുണ്ടാക്കുന്നുണ്ട് അവളുടെ ചേട്ടൻ ജിയോട് എപ്പോഴും വഴക്കായിരുന്നു. കാരണം ജിയക്ക് ഒരു നല്ല ജോലിയായിരുന്നില്ല ഉള്ളത്. അതിൻ്റെ പേരിൽ എപ്പോഴും അവർ രണ്ടുപേരും നല്ല വഴക്കായിരുന്നു. എന്നിട്ട് അവളുടെ ലാമ്പെല്ലാം എടുത്ത് ചേട്ടൻ എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ട്. അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കാരണം 2 വർഷമായി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ മുതലായിരുന്നു അത് കാരണം ജിയ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് ജിയ ചേട്ടനോട് പറയുന്നുണ്ട്, ഞാനിനി ഇവിടെ നിൽക്കില്ല, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നെല്ലാം പറയുന്നുണ്ട് ജിയ നേരെ സയൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് വന്ന് ജിയ പറയുന്നുണ്ട്, ഒരാഴ്ചത്തേക്ക് ഞാൻ റോബോട്ടായിട്ട് അഭിനയിച്ചു കൊള്ളാം എന്നെല്ലാം പറയുമ്പോൾ അവരെല്ലാം നെട്ടുകയാണ്. കാരണം ജിയ സമ്മതിക്കുമെന്ന് അവർ ഒരിക്കലും കരുതിയിട്ടില്ലായിരുന്നു. അങ്ങനെ ജിയ ചോദിച്ചത് താമസിക്കാനൊരു ഇടമായിരുന്നു. അതിനവരെല്ലാം സമ്മതിക്കുന്നുമുണ്ടായിരുന്നു. അങ്ങനെ അവർ നേരെ
കിം തന്ന വെയർ ഹൗസിലേക്കാണ് മാറുന്നത്. ജിയയെ അവർ ആരും കാണാതെ അവിടെ ഒരു ബോക്സിലിട്ടിട്ടായിരുന്നു കൊണ്ടുവന്നത്. വെയർ ഹൗസ് കണ്ടിട്ട് അവർക്ക് ഇഷ്ടമാകുന്നുണ്ട്. കിമ്മിൻ്റെ ഒരു അസിസ്റ്റൻ്റ് അവിടെ വന്ന് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്നെല്ലാമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. കിമ്മിൻ്റെ അസിസ്റ്റൻ്റ് പോയതിന് ശേഷം ജിയയെ ആ ബാഗിൽ നിന്ന് അവരെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ ജിയ പറയുന്നുണ്ട്, കുറച്ചുകൂടി താമസിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കെൻ്റെ ബോഡിയായിരുന്നു കിട്ടുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. അവരെല്ലാവരും കൂടി അവിടെ എങ്ങനെയാണ് സാധനങ്ങൾ അടുക്കി പറക്കി വെക്കേണ്ടത് എന്നെല്ലാം ആലോചിക്കുന്നുണ്ട്. അങ്ങനെ കിമ്മിൻ്റെ അടുത്തേക്ക് വീണ്ടും AJ3 ആയി ജിയ വരുന്നുണ്ട്. ഈ പ്രാവശ്യം നല്ലോണം പറയണമെന്ന് കരുതി ഹായ് മാസ്റ്റർ ഐ ലവ് യു എന്ന് വേഗത്തിൽ ജിയ പറയുന്നുണ്ട് കിമ്മിനോട്. ഇതെല്ലാം കേട്ട് കിം ഒരുപാട് സന്തോഷിക്കുന്നുമുണ്ട്. ഇതെല്ലാമാണ് ഐ എം നോട്ട് എ റോബോട്ട് എന്ന ഡ്രാമയിലെ 2ാമത്തെ എപ്പിസോഡിലുള്ളത്.